ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ എത്തി കേട്ടോ. നമ്മുടെ ലൊക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അട്ടപ്പാടിയിൽ നിന്ന് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, കുറേ നാളായല്ലേ സാക്ഷ്യം വായിച്ചിട്ട്. ഒരു സാക്ഷ്യം വായിക്കാം. ക്ഷീണമൊക്കെ കുറച്ച് ഇതൊക്കെ റെസ്റ്റൊക്കെ ആയി പോയതുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചെടുക്കാൻ നടന്നില്ല. എന്തായാലും പറഞ്ഞാൽ വായിക്കാം കേട്ടോ. പ്രിയപ്പെട്ട ബിനോയിച്ചൻ അച്ഛാ, എൻ്റെ പേര് ധനുഷ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ്. എൻ്റെ ഈശോ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ഞാൻ കത്തെഴുതുന്ന വെച്ചാൽ ഞാൻ 2017 എൻ്റെ പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എനിക്ക് ജോലി ലഭിച്ചത്. ഈ ജോലിയുടെ ശമ്പളം വളരെ കുറവായിരുന്നു. അതെനിക്ക് ഒന്നിനെ തികയുമായിരുന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചില കാരണങ്ങൾ ഞാൻ ജോലി ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഒരുപാട് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തു. എല്ലാ പരീക്ഷയിലും ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ അച്ഛൻ്റെ ചെറിയ ടോക്ക് കേൾക്കാൻ ഇടയായി. ഞാൻ ഒരുപാട് മാനസിക വിഷമത്തിലായിരുന്നു, ജോലി ഇല്ലാതിരുന്നത് കൊണ്ട്. ഒരു ദിവസം അമ്മ ഈ ടോക്ക് കേൾക്കുന്നതിനിടയിൽ ഒരു ദിവസം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതായത് ഒരിക്കൽ ടോക്ക് പറഞ്ഞു, അതായിരിക്കും ഇത്, ഈ വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായത്, ലൂക്ക 18:27 ഞാൻ ടോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 33 തവണ ഒരു ദിവസം എഴുതണം. അങ്ങനെ 33 ദിവസം എഴുതണം, നിനക്കൊരു ജോലി കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. അമ്മയുടെ വിശ്വാസം നോക്കിയ സഹോദരങ്ങൾ അല്ലേ. ഞാൻ അമ്മ പറഞ്ഞത് കണ്ണ് പൊട്ടി വിശ്വസിച്ചു. അതാണ് നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരുടെ പ്രത്യേകത, അതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ടോക്കിലൊരു കാര്യം പറഞ്ഞു, അമ്മയത് വിശ്വസിച്ചു, അല്ലെങ്കിൽ അമ്മ അത് മകളോട് പറഞ്ഞു, കണ്ണ് പൊട്ടി വിശ്വസിക്കുക. ആ വാക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കർത്താവ് ഈ കുട്ടി അനുഗ്രഹിക്കട്ടെ അല്ലേ. കണ്ണ് പൊട്ടി വിശ്വസിച്ചു. അന്ന് തന്നെ ഞാൻ വചനം എഴുതാൻ ആരംഭിച്ചു. കൂടാതെ ഞാൻ അഭിഷേകാത്തെയും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് ജോലി കിട്ടാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന നേർച്ചതാണ്. ജോലി കിട്ടാൻ ഒരു കഴിവും സാധ്യതയും ഇല്ലാതിരുന്ന എനിക്ക് അത്ഭുതമെന്ന് പറയാം. കൃത്യം 33 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂയിലൂടെ നല്ലൊരു ശമ്പളത്തോടു കൂടി ജോലി ലഭിച്ചു. കോവിഡ് സമയം ആയതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമാണ് ലഭിച്ചത്. ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ എത്തിയത് തന്നെ വലിയൊരു അത്ഭുതമാണ്. എൻ്റെ അനിയൻ്റെ നിർബന്ധത്തിന് ഞാൻ അപ്ലൈ ചെയ്യുകയൊക്കെയാണ്, അത് ലഭിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി അത് ഓൺലൈനിൽ നിന്നൊക്കെ വിചാരിച്ചു, എന്നാലും പറഞ്ഞ് വിശ്വാസത്തോടുകൂടി അനിയനത് പറയുകയൊക്കെ ചെയ്ത് അനുഗ്രഹിച്ച കർത്താവിന് ഒരുപാട് നന്ദി. 2017 പഠിച്ചിറങ്ങി എനിക്ക് 2021 സെപ്റ്റംബറിലാണ് ജോലി ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വചനമൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം വെച്ചാൽ ഫൗസ്തീന ഡയറിയിൽ വായിച്ചു നോക്കുക. നീ വചനം എഴുതുമ്പോൾ ഞാൻ മുഴുകിയിരിക്കുകയാണ്. ആ വചനത്തിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും എല്ലാ ആത്മാവും മുഴുകി. അപ്പോൾ നമ്മൾ അതായത് ഒരു ജോലി കിട്ടാൻ വേണ്ടി വചനം എഴുതുന്നു എന്നുള്ളതല്ല, ആ വചനത്തെ എഴുതുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് കട്ടിലപ്പടിയിൽ മേലെ അതൊക്കെ എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലേ പഴയ നിയമത്തിലെ വചനങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഉത്സാഹക്കുറവ് വരുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഉത്സാഹക്കുറവ് ഹെബ്രായ ലേഖനത്തിലെ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന മനോഹരമായ കാര്യമാണ്. അതായത് അങ്ങനെ നിങ്ങൾ നിരുത്സാഹരാകാതെ, 12ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന് അവകാശികളായവരെ അനുകരിക്കുന്നവരാകുവേ. നല്ല വചനമാണ്. നിങ്ങൾ ഹെബ്രായ ലേഖനം മുഴുവൻ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനകത്ത് 6ാമത്തെ അധ്യായം, പിന്നെ 12, എല്ലാ അധ്യായങ്ങളും നല്ല തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതായത് 12ാമത്തെ അധ്യായം 11 പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വാഗ്ദാന അനുഗ്രഹം പ്രാപിച്ച വിശ്വാസികളുടെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്. ഈ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവരെ വിശുദ്ധർക്ക് യോജിച്ച് പല പ്രവൃത്തികളുടെ സഹായങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടെത്തുന്ന പ്രത്യാശ ദിവസം വരെ ഉത്സാഹം നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന് ശ്ലീഹ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് നിരുത്സാഹരാകാതെ. അപ്പം നിരുത്സാഹരാകാതെ നമ്മൾ അനുഗ്രഹം 2 സാധനം വേണം. ഒന്ന് വിശ്വാസം, 2 ദീർഘക്ഷമ. അബ്രാഹത്തിനുണ്ടായിരുന്ന എന്താ? വിശ്വാസം, ദീർഘക്ഷമ അല്ലേ. വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്. അപ്പം നോക്കിയേ, ഒരു കാര്യം ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്, വിശ്വാസം, ദീർഘക്ഷമ. നമുക്ക് ഒന്ന് വിശ്വാസമുണ്ട്, പക്ഷെ ദീർഘക്ഷമ ചിലപ്പോൾ കാണുകയാണ് അല്ലേ. ഇപ്പം കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ കൊച്ചു കണ്ണ് പൂട്ടി വിശ്വസിച്ചു, പിന്നെ 33 ദിവസം അങ്ങോട്ട് എഴുതുകയല്ലേ അല്ലേ. ഫ്രൈസല്ലോ. അപ്പോൾ ചില 33ാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിലോ പോയി. അങ്ങനെയല്ല, വീണ്ടും അല്ലെ, അങ്ങനെ പിടിച്ച് കയറാൻ പറ്റണം. അപ്പോൾ നമുക്ക് വാഗ്ദാനത്തിന് അവകാശിയായി തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസവും വേണം, ദീർഘക്ഷമയും. ദീർഘക്ഷമ ഒരുപാട് രക്ഷാകരമാണ്. ഇവിടെയാണ് നീ കരുണ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ചില
ഇവരെയൊക്കെ ഒറ്റയടിക്ക് തകർത്ത് കളയേണ്ടതല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചിന്തിച്ചു പോകും അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. അതെന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിന് ദീർഘക്ഷമയാ. അവന് ഒരു അടുത്ത വർഷം അവന് ധ്യാനം കൂടി മാനസാന്തരപ്പെടുത്തും തിരിച്ചു വരും ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം അവനെ തട്ടിക്കളയോ? ഇല്ല അല്ലേ? നമുക്കിപ്പോൾ തീർക്കാം. അവന് ദീർഘക്ഷമ രക്ഷാകരമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 2 പുണ്യം അങ്ങോട്ട് അഭ്യസിച്ചു. 1 വിശ്വാസം, 2 ദീർഘക്ഷമ. ഓക്കെ, യെസ്. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യവും കൃപയും കൊണ്ട് നിറയ്ക്കണേ കർത്താവെ. കർത്താവെ നട്ടുപിടിപ്പിച്ച് സഹിയും ധ്യാനകേന്ദ്രം അങ്ങ് അട്ടപ്പാടി നട്ടുപിടിപ്പിച്ചല്ലോ ദൈവമേ. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അഭിഷേകം സിസ്റ്റേഴ്സ്, അതെല്ലാം ആരംഭം കുറിക്കാൻ ഈ അട്ടപ്പാടിയിലെ വിശുദ്ധ മണ്ണിലാണല്ലോ അങ്ങ് ഇട നൽകിയത്. ഓ കർത്താവായ ദൈവമേ, ഈ അട്ടപ്പാടിയുടെ വിശുദ്ധ മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവേ സെഹിയോന്റെയും PDMന്റെ ASCMന്റെ എല്ലാം കൂട്ടായ്മയിൽ കർത്താവെ നാളെ ധനഹാത്തിരുന്നാളിന് ഒരുക്കമായി കർത്താവ് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസം ഇവരെ പ്രത്യേകം ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ വിശ്വാസവും ദീർഘക്ഷമയും വഴി അനുഗ്രഹം ഭാവിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈശോയൊപ്പം തന്നെ ദൈവം ഇതുപോലെ നാളുകളായിട്ട് ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് ഏതെങ്കിലും വചനം കൊടുക്കണം കർത്താവ്. ആ വചനത്തെ ശരണപ്പെടാൻ, അത് പഠിക്കാൻ, വായിക്കാൻ, ജീവിക്കാൻ, പ്രഘോഷിക്കാൻ, എഴുതാൻ അങ്ങനെ അനുഗ്രഹം പഞ്ഞിട്ട് വരട്ടെ. ദുഷ്ടാരികളെ ബന്ധിക്കുന്നു. ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.